കേരളത്തെ ഞെട്ടിക്കുന്ന അപകടം തലസ്ഥാന നഗരത്തിൽ. തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളി റെയിൽവേ സ്റ്റേഷനിലെ ഭൂഗർഭ ഓടയിൽപ്പെട്ടു. 6 മണിക്കൂറിലേറെയായി രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. രാത്രിയിലും അത് തുടരും. സ്കൂബ ഡൈവിംഗ് ടീമിനും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുട്ടും മാലിന്യക്കൂനയും തടസ്സമാണ്. പരസ്പരം പഴിചാരുകയാണ് നഗരസഭയും റെയിൽവേയും. രക്ഷിക്കാൻ വഴിയില്ലേ? അപകടക്കെണിക്ക് കാരണമെന്താണ്? രക്ഷാദൗത്യത്തിന് വെല്ലുവിളി എന്താണ്? പഴിചാരിയാൽ പരിഹാരമാകുമോ? ഈ നിമിഷവും അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത് ഫലവത്താകട്ടെ എന്ന്, ഒരുപക്ഷെ എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടാകട്ടെ എന്ന്, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമയത്തും ഈ വിഷയം എടുക്കുകയും അതിൻ്റെ ഗൗരവതരമായ സ്വഭാവത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM കൗൺസിലർ ശ്രീ ആറ്റുകാലുണ്ണി, BJP കൗൺസിലർ ശ്രീ അനിൽ തിരുമല, കോൺഗ്രസിൽ നിന്ന് ശ്രീ RV രാജേഷ്, മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ അമൽ തേനമ്പറമ്പിൽ രാവിലെ മുതൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ദൃക്സാക്ഷിയാണ്. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി ചേരും. നമ്മുടെ കൂടെയുള്ള ഒരാൾ, ഒരു സഹജീവി, ഒരു മനുഷ്യൻ വലിയ അപകടത്തിൽപ്പെടുന്നു, നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. സാധാരണഗതിയിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യൻ ഈ വലിയ ശാസ്ത്ര നേട്ടങ്ങളുടെ ഇടയിലും അഭിമുഖീകരിക്കുന്നൊരു വലിയ പ്രശ്നമാണിത്. ജീവൻ തിരിച്ചു പിടിക്കാനെടുക്കുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ, രക്ഷാപ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പരിമിതി, ഇതൊക്കെ നമ്മൾ ദിനേന എന്നതുപോലെ അനുഭവിക്കുന്നതാണ്. അതിനിടയിലാണ് ഇന്ന് അമിഴഞ്ചാൻ തോട്ടിൽ തിരുവനന്തപുരത്ത് അത് വൃത്തിയാക്കാൻ ഇറങ്ങിയ റെയിൽവേയുടെ ഒരു കരാർ തൊഴിലാളി, അദ്ദേഹം അതിനുള്ളിൽ വീണു പോകുന്നത് ദൃക്സാക്ഷികളുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ ഇറങ്ങിയവരടക്കം രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പരിചയമുള്ള സ്ഥലമാണ്, എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ എവിടെയെങ്കിലും ജീവനോട് അവശേഷിക്കുന്നുണ്ടായിരിക്കാം. കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനിയും ഫലവത്താകുമായിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ സഹജീവികൾ എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അമൽ, ഇന്ന് രാവിലെ ഒരു തൊഴിലാളി, നമുക്കറിയാം ഏറ്റവും അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളുള്ള ഒരു മനുഷ്യൻ, രക്ഷിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുടെ ശ്രമങ്ങൾ, രക്ഷിക്കാനുള്ള മറ്റുള്ളവരുടെ ശ്രമങ്ങൾക്ക് ഫലം കാണാതെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നു എന്ന വാർത്തയാണ് നമ്മുടെ ഈ ന്യൂസ് മുറിയിലേക്ക് ആദ്യം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നടന്ന രക്ഷാപ്രവർത്തനം, അവിടെ ആ ജീവൻ വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുക എന്താണ് അമൽ? മധു, രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം രാവിലെ വീണുപോയി എന്ന വാർത്ത വന്നതിന് ശേഷം ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും കോർപ്പറേഷൻ്റെ അധികൃതരാണെങ്കിലും മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരും കളക്ടർ അടക്കമുള്ളവരും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം എന്ത് എന്ന് ചോദിച്ചാൽ നിലവിൽ നിരാശയാണ് എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും തരത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നിലവിൽ അവിടെ നടന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ മാലിന്യം നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായാണ് പുരോഗമിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം സാധാരണ നിലയിൽ വെള്ളത്തിൽ വീണുപോയ ഒരാളെ രക്ഷിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നമ്മൾ നേരത്തെ ഈ പറയുന്ന വീണ സ്ഥലത്ത് നിന്ന് ആളെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അവിടെ നിന്നും നമുക്ക് കരയിലേക്ക് മാലിന്യം കോരി മാറ്റി അവിടെ നിന്നും ആളെ എടുത്തുകൊണ്ട് വരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല മധു. ഒരു ടണലാണ്. ആ ടണൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ JCBക്ക് കടന്നു പോകാൻ കഴിയുന്ന അത്ര വലിപ്പമുള്ള ഒരു ടണലാണ്. ആ ടണലിൻ്റെ അകത്ത് നിറയെ മാലിന്യമുണ്ട്. ആ മാലിന്യം മാറ്റിയ ശേഷം മാത്രം അതിനുള്ളിലേക്ക് കടന്നു പോയെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ആ ടണലിനുള്ളിലേക്ക് ഈ പറയുന്ന ജോയി കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇനി രക്ഷാപ്രവർത്തനം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിൽ കാര്യമുണ്ടോ? ഒരു ജീവനാണ്, പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്, വലിയ തോതിൽ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് തിരികെ വരട്ടെ എന്ന്. പക്ഷേ ആ ടണലിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തെ തിരച്ചിൽ എന്ന് വിശേഷിപ്പിക്കുന്നതാവും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ഇപ്പോൾ വൈകുന്നേരവും ഈ ഇരുട്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം അറിയിച്ചിരുന്നു. കാരണം അവർ പരിശീലനം നേടിയവരാണെങ്കിൽ കൂടി ഇത്തരം ഒരു സാഹചര്യത്തെ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ടണലാണ്, ടണലിൻ്റെ അകത്ത് നിറയെ മാലിന്യമാണ്, വെള്ളത്തിൻ്റെ നിറമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, കറുത്ത് ടാറ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവിടെ ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അവരുടെ രക്ഷാപ്രവർത്തനം അവർ വൈകുന്നേരം വരെ തുടർന്നിരുന്നു. ഇനിയിപ്പോൾ രാത്രി മാലിന്യം മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പ്രതീക്ഷ നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മധു. അമലി, ആദ്യ ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് അവിടെ ഇറങ്ങി തപ്പാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിരന്തരം നഗരസഭ ആവശ്യപ്പെട്ടതിൻ്റെ രേഖകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായ ഒരു പ്രവൃത്തിയായി ഈ ആദ്യ സമയത്ത് രക്ഷാപ്രവർത്തനം മാറിയത്? ഇതിന് മുൻപ് ഈ ടണലിന്റെ ആകം വൃത്തിയാക്കി പോയ സമയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആനന്ദ നടന്നപ്പോഴാണ്. അത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് വലിയ പരിഹാരമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ആ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇത് കൃത്യമായി ക്ലീൻ ചെയ്തു പോയിരുന്നു. മാത്രമല്ല നമ്മളോടുന്ന് പഴയ മേയർ
നിലവിലെ MLA ആയിട്ടുള്ള വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അന്ന് ഇത് കൃത്യമായി ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത് ഉണ്ടായില്ല. അതിനാലാണ് രക്ഷാപ്രവർത്തനം ഇത്രയും വൈകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു വലിയ ടണലാണെങ്കിൽ അതിനുള്ളിലൂടെ ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് കൃത്യമായി അകത്തേക്ക് എത്തി നിമിഷ നേരം കൊണ്ട് അവർക്ക് പരിശീലനമൊക്കെ ലഭിച്ചവരാണ് വേഗത്തിൽ എടുത്തുകൊണ്ട് പോരാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല. വലിയ മാലിന്യ കൂമ്പാരത്തിനിടയിൽ, അതും വെള്ളക്കെട്ടിനിടയിലുള്ള മാലിന്യത്തിന് ഇടയിലൂടെ കടന്നു വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അതുവരെ പ്രയാസമാണെന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അവിടെ വെള്ളം കൂടി ഒഴുകിയെത്തുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട്, ഒരു ടണലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരേണ്ട ഒരു പ്രതിസന്ധിയുണ്ട്. രാവിലെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സ്ഥലത്തെ മാലിന്യം പൂർണ്ണമായും തന്നെ നീക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. അതായത് ഒരു വെള്ളം ഒഴുകി പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഊറി വരുന്ന വെള്ളം എന്ന് പറയാം. നിറയെ മാലിന്യമാണ്, അതിനിടയിലൂടെയൊക്കെ കുറച്ച് വെള്ളം ഒഴുകി പോകുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി എന്നുള്ളതാണ് അതിൻ്റെ അകത്തിറങ്ങിയ ഏറ്റവും അനുഭവസ്ഥരായ ഉദ്യോഗസ്ഥർ, നേരിട്ട് കണ്ടവരാണ് അവർ, ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനിയിപ്പോൾ രാത്രിയിൽ എന്തായാലും ഈ അകത്ത് സ്കൂബ ഡൈവിങ്ങിൻ്റെ രക്ഷാപ്രവർത്തനം ഉണ്ടാകില്ല. പക്ഷേ മാലിന്യം പുറത്തു നിന്നും നീക്കിയുള്ള രക്ഷാപ്രവർത്തനം തുടരും. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലവത്താണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നാളെ രാവിലെ സ്കൂബ ഡൈവിംഗ് ടീം വീണ്ടും ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് എനിക്കത് അവിടെ നിന്ന് കണ്ടപ്പോൾ തോന്നിയത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അമൽ തുടരണം. ഞാൻ അമലിലേക്ക് വരാം. ശ്രീ ആറ്റുകാലുണ്ണി, ഇതിപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു ജീവന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരൽ എന്നുള്ളതൊക്കെ. ശരിയാണ്, മേയർ പറയുന്നുണ്ട്. ഇത് ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, മേയർ അധികാരത്തിലേറിയ ആ സമയത്ത് റെയിൽവേയുമായി ഈ പ്രശ്നത്തിൽ തന്നെ ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടായത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം കനത്ത വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് നഗരസഭ പലതവണ അവിടം വൃത്തിയാക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതും നടക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ ദുരന്തത്തിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടെത്തിച്ച ഘടകം എന്താണ്? ഇവിടെ മാധു സൂചിപ്പിച്ചത് പഴിചാരൽ എന്നൊരു വാക്കാണ്. പക്ഷെ ആരാണ് പഴിചാരിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവശാലും നഗരസഭയോ അതിൻ്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണകൂടമോ ആരെയും പഴിചാരുന്ന രൂപത്തിലേക്ക് പോയില്ല. ഇന്ന് ആദ്യത്തെ ബ്രേക്കിംഗ് വന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാരൻ, തൊഴിലാളി ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. അത് ബ്രേക്കിംഗായി കൊടുക്കുന്ന രൂപത്തിലേക്ക് മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് 24-ലാണ് ആദ്യമായി ആ ബ്രേക്കിംഗ് വന്നതെന്നുള്ളതാണ്. അപ്പോൾ ആരാണ് പഴിചാരി എന്നുള്ളതാണ് ആദ്യം ചോദ്യം. ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6:45 മണിക്കാണ് ഞാൻ അവിടെ തിരിക്കുന്നത്. 6:45 മണിക്ക് ഞാൻ അവിടെ തിരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അവിടെ ആഹാരം പോലും കഴിക്കാതെ ഈ കൂട്ടുത്തരവാദിത്വത്തിൽ പങ്കാളിയാവുക മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന് കളക്ടർ നേതൃത്വം കൊടുക്കുകയാണ്, തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളെയും പഴിചാരിയിട്ടില്ല. കാരണം ഇത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആരാണ് പഴിചാരിയത്? ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഈ സ്ഥലം സന്ദർശിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോവൻ, അദ്ദേഹം വന്നിട്ട് ആദ്യം പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് പഴിചാരിയത് എന്നുള്ളൊരു ചോദ്യം, അത് പഴിചാരിയവരോട് ഈ വർത്തമാനം ആദ്യം ഈ ഒരു അപകടഘട്ടത്തിൽ പോലും, അപകടസന്ധിയിൽ പോലും ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം കലർത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് BJPയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ആളുകൾ ഇവിടെ നടത്തിയെന്നുള്ളതാണ്. അത് CPM പഴിചാരിയെന്നോ മേയർ പഴിചാരിയെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞതടക്കം ഈ ഒരു ജീവൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദം എന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അതൊരു ചർച്ചയുടെ തുടക്കത്തിൽ പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല, അത് ഇപ്പോൾ മാധുവിൻ്റെ ഉത്തരവാദിത്വം ആയിരിക്കാം. പക്ഷെ അത് ഒരു ക്ലാരിറ്റി, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഒരു ഇതിന്റെ ഒരു ഭാഗമായി വന്നിരിക്കുന്നത്. ഈ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്വമാണ്? അത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണല്ലോ അല്ലേ? അല്ല, ഇത് മാലിന്യം നീക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ നേരത്തെ മാധു എന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 6 തവണയാണ് കോർപ്പറേഷന്റെ സെക്രട്ടറി റെയിൽവേ അതോറിറ്റിക്ക് കത്ത് കൊടുത്തത്. അത് നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി വീണ്ടും കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ട് ഈ ജോലി ആരംഭിച്ചത്. ജോലി ആരംഭിച്ചപ്പോഴോ ഇന്ന് രാവിലെ 3 ആളുകളാണ് ഈ പണിക്ക് വന്നത്. 3 ആളുകൾ വന്ന് ഈ ടണലിൻ്റെ അകത്തേക്ക് കയറാണ്. ആ ടണലിൻ്റെ അകത്തേക്ക് കയറി ആഹാരം കഴിക്കാൻ, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരും എന്ന് പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് ഒരാൾ അപകടത്തിൽപ്പെടുന്നത്.
ഈ സ്ഥലത്ത് എത്തുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നമുക്ക് റെയിൽവേയിൽ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫൈൻ നമ്മളെ ഈടാക്കും. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. ഞങ്ങൾക്കകത്തേക്ക് ഈ പറയുന്ന ചവറ് മാറ്റാൻ പോലും ഞങ്ങൾക്ക് അനുവാദമില്ലാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം നമ്മുടെ നഗരസഭാ ജീവനക്കാരുടെ മേൽ കേസടക്കമുള്ളത് ചാർജ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞു വി.കെ. പ്രശാന്ത് മേയറായിരിക്കുമ്പോഴാണ്, ശ്രീ വി.കെ. പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ അവർ നമ്മുടെ തൊഴിലാളികൾക്ക് മേൽ കേസെടുക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. 2018 ഈ ടണൽ നിർമ്മിക്കുന്നത്. ഈ ടണൽ നിർമ്മിച്ച് പല ആവർത്തി പറഞ്ഞിട്ടും കേൾക്കാതെ അവർ വൃത്തിയാക്കാതെ അവസാനം നിയമ നടപടിയിലേക്ക് പോകും എന്ന് നഗരസഭ പറയുമ്പോഴാണ് ഇവർ ഈ പറയുന്ന വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു കരാർ ജീവനക്കാരനെ ഏൽപ്പിച്ചുകൊണ്ട് ആ നടപടിയിലേക്ക് പോയത്. അപ്പോൾ റെയിൽവേയുടെ ഭാഗം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കൊരു സ്ഥിരമായി നഗരസഭയുടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം ഉണ്ടായിരിക്കും. ഇത് അദ്ദേഹം അവിടെ ആക്രിയോ മറ്റോ പെറുക്കി വിൽക്കുന്ന ഒരാളാണ് എന്ന് പോലും അറിയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ആണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ഒരുപക്ഷെ പരിചയം പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് 3 കരാർ തൊഴിലാളികൾ അവിടേക്ക് വരുന്നത്. ഇത്രയും വലിയ ദുരന്ത നിവാരണ സേന എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചിട്ട് പോലും മീറ്ററുകൾ മാത്രമാണ് ആ ടണലിനുള്ളിലേക്ക് ഇതുവരെ കടക്കാൻ ശ്രമിച്ചത്. ഈ മാലിന്യമാണ് 3 ജീവനക്കാരെ വെച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് കരാർ കൊടുത്തത് റെയിൽവേ ആണ്. അപ്പോൾ റെയിൽവേ ഏതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാർ കൊടുത്തതെന്ന് റെയിൽവേയുമായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇത്രയും നേരമായി ഈ സംഭവം നടന്ന ഇത്രയും നേരമായിട്ടും റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ വന്നില്ല ആളുകൾ വന്ന് നോക്കി പോകുന്നതിനപ്പുറത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമായിട്ടുള്ള അതോറിറ്റി അവിടെ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. റെയിൽവേ ആണ് ഈ കരാർ കൊടുത്തിട്ടുള്ളത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്കോ യാതൊരുവിധ ബന്ധവും തിരുവനന്തപുരം നഗരസഭയ്ക്കില്ല. ഇത് റെയിൽവേ കൊടുത്ത കരാറാണ്. ആ കരാർ തൊഴിലാളികളാണ്. കരാർ ആർക്ക് കൊടുത്തു? അദ്ദേഹത്തിന്റെ കരാറുകാരന്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകളാണ് ഈ പണിയെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടെ മാധു സൂചിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഈ ചവർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, പഴവങ്ങാടി തോട് കണക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ആമയഞ്ഞാൻ തോടിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ആക്കുളം കായലിലേക്ക് പോകുന്നു. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്താണ് ചവർ വന്ന് അടിഞ്ഞിരിക്കുന്നത്? അത് റെയിൽവേയുടെ ഭാഗത്താണ്. ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് വേറെ കളക്ടറും അതേപോലെ കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും ഇറിഗേഷൻ വകുപ്പും അങ്ങനെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനം മഴക്കാലത്തിന് മുമ്പ് തന്നെ നടന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന പഴവങ്ങാടി തോടിൻ്റെ ഒരു ഭാഗം ഈ മുഴുവൻ വൃത്തിയായി നല്ല രൂപത്തിൽ കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇത് ബോധപൂർവമായി അനാവശ്യമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മേൽ അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇന്ന് പഴിചാരൽ എന്ന പേരിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നുള്ള അതൊരു നാടകമാണ്, ഒരുപക്ഷെ രാഷ്ട്രീയ നാടകമാണ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി. ശരി, ശ്രീ അനിൽ തിരുമല, ഇപ്പോൾ റെയിൽവേയുടെ അനാസ്ഥ കാരണമാണ് ഈ പറയുന്ന വലിയ മാലിന്യക്കൂല അവിടെ ഉണ്ടാവുകയും അതിലൊരു മനുഷ്യൻ പെട്ടുപോവുകയും ചെയ്തത്. അതിനിടയിൽ നിങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു എന്ന പരാതി നഗരസഭയുടെ തന്നെ കൗൺസിലർ അങ്ങയുടെ സഹപ്രവർത്തകൻ ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു മനുഷ്യജീവനാണ് എവിടെയാണ് എന്നറിയാതെ ഒരു നാട് മുഴുവൻ ആകുലപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കെണി അവിടെ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ? ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ ഉണ്ണികൃഷ്ണൻ വന്ന സമയം മുതൽ അല്ലെങ്കിൽ അവിടെ ഈ സംഭവം നടന്ന അരമണിക്കൂർ കഴിയുമ്പോൾ എത്തിയ ഒരാളാണ് ഞാൻ ആ സമയത്തൊട്ട് ഇത്രയും നേരം ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. നോക്കൂ, ഇവിടെ റെയിൽവേ കുറ്റം പറയുന്നു. ഇനിയിപ്പോൾ റെയിൽവേ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇവർ കൊടുത്ത കത്തിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ. അതങ്ങനെ എന്തെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയുണ്ടോ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഈ റെയിൽവേയുടെ ഭാഗത്തുള്ള 200 മീറ്റർ വരുന്ന ടണലിൽ മാത്രമാണോ മാലിന്യം നിറഞ്ഞു നിൽക്കുന്നത്? ഈ മാലിന്യം എവിടെ നിന്നാണ് വന്നത്? ആമേഴിഞ്ചാൻ തോട് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കാലങ്ങളായി BJP ആരോപിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ BJP കൗൺസിലിൽ ഉന്നയിക്കുന്ന വിഷയം, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടന്നു. ഞാൻ ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ വർഷം സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടന്നോ? എവിടെയാണ് സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടന്നത്? മേയർ വിളിച്ചിട്ടുള്ള യോഗത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തൊരു ജനപ്രതിനിധിയാണ് ഞാൻ. അവിടെ നടന്നതെന്താണ്? സർക്കാർ വകുപ്പുകളുടെ ഏകോപനം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പഴിചാരുകയാണ് സർക്കാരിനെ. ഇത്തവണ മൈനർ ഇറിഗേഷൻ്റെ തോടുകൾ, മേജർ ഇറിഗേഷൻ്റെ തോടുകൾ, അതുപോലെ തന്നെ PWDയുടെ ഉടമസ്ഥതയിലുള്ള തോടുകൾ,
അതുപോലെ തന്നെ റോഡ് ഫണ്ട് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തോടുകൾ എത്ര തോടുകളാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് പറയാൻ സാധിക്കുമോ? CPM ജനപ്രതിനിധിക്ക് പറയാൻ സാധിക്കുമോ? ശരി എന്നിരുന്നാൽ പോലും ഇവിടെ ആ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഇപ്പൊ നഗരസഭയുടെ തന്നെ കൗൺസിലറാണ് അംഗം, അങ്ങേക്കും അറിയാം അവിടെ വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമോ അതിനുള്ള അധികാരമോ ഇല്ലാത്ത ഒരിടമാണ് എന്ന്. അപ്പോൾ അവിടെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ല, അത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചോ എന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞാനൊരു ദൃശ്യമാധ്യമത്തിലും കണ്ടില്ല. ഒരുപക്ഷെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിലൊരു വസ്തുതയുണ്ട് എന്ന് ഞാനും ഇപ്പോൾ ഇവിടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ ഫലപ്രദമായി നടന്നോ? ഒരു വാർഡിൽ ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തു. അതാണോ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? കേവലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള തോടുകൾ മാത്രമാണോ അല്ലെങ്കിൽ ഓടകൾ മാത്രമാണോ വൃത്തിയാക്കേണ്ടത്? തിരുവനന്തപുരം നഗരത്തിൽ എത്രയോ വലിയ ആമേഴിഞ്ഞാൻ തോട്, പാർവതി പുത്തനാറ്, അതുപോലുള്ള എത്രയോ വലിയ തോടുകളുണ്ട്. ആ തോടുകളിലേക്ക് ഈ മാലിന്യങ്ങൾ വന്നു കൂടുന്നു. അപ്പോൾ അത് നഗരസഭയുടെ ഉത്തരവാദിത്തം എന്ന് മാത്രം ഞാൻ ഇവിടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി ഉത്തരവാദിത്തം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ നഗരസഭയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ MR ഗോപൻ അത്തരത്തിലൊരു കാര്യം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നുകൂടി ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ വൻ പരാജയമാണ് തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചോ? ഈ നഗരസഭ വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നാ തുടങ്ങിയത്? അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചു, മഴക്കാലപൂർവ്വ ശുചീകരണം തുടങ്ങാൻ എന്താ കാലതാമസം? അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടായതാണ്. ഞാൻ ചോദിക്കട്ടെ, മഴ വരുമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ പറയേണ്ടത്? ഞാനൊരു ജനപ്രതിനിധിയാണ്, എനിക്ക് വളരെ വ്യക്തമായ ആ കാര്യത്തിൽ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ശ്രീ MR ഗോപൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് CPMൻ്റെ ജനപ്രതിനിധി പറഞ്ഞതിൽ വലിയ ഇതൊന്നും ഞാനിവിടെ കാണുന്നില്ല. അതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. RV രാജേഷ്, ഈ മറ്റൊരു ആരോപണം കേട്ടത് ഈ പ്ലാസ്റ്റിക്, അത് ഈ മാലിന്യ കൂനയിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിച്ചെടുത്ത് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൂടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം എടുക്കുക എന്നത് കൂടി ഈ കരാർ ഏറ്റെടുക്കുന്ന ആളുകളുടെ ലക്ഷ്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശേഖരിക്കുക അല്ലെങ്കിൽ അത് സമയത്തിന് ശേഖരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകും എന്നുള്ളത്. അവിടെ ഒരു 4-5 അടി അല്ലെങ്കിൽ 4-5 ആൾ താഴ്ചയുണ്ട്. അവിടേക്ക് 3 ജീവനക്കാരെ, അതും കരാർ ജീവനക്കാരെ, കൃത്യമായ പരിശീലനം കിട്ടാത്ത ആളുകളെ ശുചീകരണത്തിന് വേണ്ടി ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നതിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സമീപനം കൂടിയുണ്ട്. അത് പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് 3 ആളുകളെ മാത്രമായി അവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ നഗരത്തിലെ എല്ലാ നഗര സംവിധാനങ്ങളും അല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ തെരച്ചിൽ നടത്തിയിട്ടും അല്ലെങ്കിൽ മാലിന്യം നീക്കാൻ ശ്രമിച്ചിട്ടും ഇത്ര സമയമായിട്ട് കഴിഞ്ഞിട്ടില്ല. അമല അത് സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഒരു അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അയാൾ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന്. പക്ഷേ ഇത്ര സമയമായിട്ടും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടേണ്ട സംവിധാനങ്ങളൊക്കെ ശ്രമിച്ചിട്ട് പോലും ആ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത് ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ടൺ കണക്കിന് മാലിന്യങ്ങൾ ഈ ആമഴിഞ്ചൻ തോടിലേക്ക് എത്തിച്ചേരുന്നത്? അവിടെ കൗൺസിലർ ഉണ്ണി സൂചിപ്പിച്ചല്ലോ, ഇത് നഗരസഭയ്ക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, റെയിൽവേ ആണ്. ആരാണ് പഴിചാരിയത്? പഴിചാരിയതെന്ന് മന്ത്രി V ശിവൻകുട്ടിയാണ് ആദ്യമായി പഴിചാരിയത്. റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. റെയിൽവേ അവിടെ ക്ലീനിങ് നടത്താൻ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം പ്രാഥമിക ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, കോർപ്പറേഷൻ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ നീറ്റായി കൈകഴുകി അങ്ങ് പോയല്ലോ. അങ്ങനെ ഉത്തരവാദിത്തരാഹിത്യമായി കൈകഴുകി പോകാൻ കഴിയുമോ നഗരസഭയ്ക്ക്? നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമല്ലേ? എന്തുകൊണ്ടാണ് ആളുകൾ മാലിന്യം കൊണ്ട് തോടിലേക്കോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയുന്നത്? കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനമില്ല. 40 കൊല്ലമായി ഈ നഗരത്തിലെ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്, CPM ആണ്. ഇത്രയും കാലമായി ഒരു കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിക്കും. 8 കൊല്ലമായി എന്തെങ്കിലും നടപ്പാക്കിയോ? ഇതൊക്കെ വെറുതെ വാചകമടിക്കുന്നതല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ. നമുക്ക് വീട്ടുപടിക്കൽ നിന്ന് മാലിന്യം ശേഖരിക്കാനുള്ള, അത് സംസ്കരിക്കാനുള്ള ഹരിതകർമ്മസേന അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അത് പോരാഞ്ഞിട്ട് ഈ പറയുന്ന ചെരുപ്പുകളോ അല്ലെങ്കിൽ ഏതു മാലിന്യവുമാവട്ടെ, ഡയപ്പറുകളടക്കം സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു പൗരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എത്ര നിർവഹിക്കുന്നുണ്ടെന്ന് എന്നുള്ളത് പ്രധാനമാണ്. ഇതിപ്പോൾ 10-300 രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി എവിടെയാണോ കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അതിൽ ഞാനും അങ്ങും നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ
ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്ന സമയത്ത് CPM മുന്നോട്ട് വെക്കുന്നത്, അതായത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ്. അതാ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ 19/6/2024 റെയിൽവേക്ക് അയച്ചിരിക്കുന്ന നോട്ടീസുണ്ട്. നഗരസഭാ പരിധിയിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് യഥാസമയം വൃത്തിയാക്കാത്തത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് മഴ സമയത്ത് തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവായിട്ടുണ്ട്. അത് പരിഹരിക്കണം, അല്ലെങ്കിൽ പിഴയടക്കം ഈടാക്കി മുന്നോട്ട് പോകേണ്ടി വരും എന്നതടക്കമുള്ള നോട്ടീസുകളുണ്ട്. ഇതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർക്ക് ചെറുക്കാൻ കഴിയുന്നത്, പ്രതിരോധിക്കാൻ കഴിയുന്നത്. അല്ല, ഇതിനകത്ത് നേരത്തെ ഒരു പദ്ധതി നടപ്പാക്കിയല്ലോ UDF ഭരണ കാലഘട്ടത്തിൽ, ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ്. അന്ന് റെയിൽവേയുടെ അടിയിലുള്ള ഈ മാലിന്യമൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റും ഈ സംവിധാനങ്ങളും കോർപ്പറേഷൻ അല്ല എല്ലാം കൂടി യോജിച്ച് പ്രവർത്തിച്ചല്ലോ. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഏകോപനം? ഇപ്പം ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു റെയിൽവേയിലേക്ക് കോർപ്പറേഷനോ മേയറോ സെക്രട്ടറിയോ ഒരു കത്ത് കമ്പിക്കൊളുത്തി റെയിൽവേയുടെ കോമ്പൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം നടക്കണ്ടേ? ഇവിടെ കോർപ്പറേഷന് അല്ലെ അധികാരമില്ലേ? പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചുള്ള അധികാരമുള്ള സ്ഥാപനമാണ് കോർപ്പറേഷൻ. അല്ലെങ്കിൽ പിന്നെ ഈ കോർപ്പറേഷനൊക്കെ എന്ത് കാര്യം? റെയിൽവേ ഒരു തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഈ നഗരത്തിലെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ ആളുകൾ മരിക്കണമെന്നാണ് പറയുന്നത്. റെയിൽവേ തടസ്സം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് പോകണം. എന്ത് നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുള്ളത്? അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലോ. അതല്ലെങ്കിൽ സമന്വയത്തിൻ്റെ ഭാഗങ്ങളോട് ചർച്ചകൾ നടത്തണം. ആ ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കണം. ഇവിടെ ഓപ്പറേഷൻ അനന്ത നടത്തി 25 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത്. നമ്മൾ ഒരു ചെറിയ മഴ പെയ്താൽ തമ്പാനൂർ വെള്ളം പൊക്കും. അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ട നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നാണ് UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കിയത്. ആ പദ്ധതിയിലൂടെ എൻക്രോച്ച്മെൻ്റ് ഒക്കെ ഒഴിപ്പിച്ചുകൊണ്ട് നഗരത്തിലെ ഓടകളുടെ വീതി കൂട്ടിക്കൊണ്ട് അത്യാവശ്യമായ പദ്ധതികൾ അന്ന് നടപ്പാക്കി. അന്ന് റെയിൽവേ സഹകരിപ്പിച്ചു. റെയിൽവേയുടെ അടിയിലുള്ള ആ ഭാഗത്തുള്ള ഓടയുടെ വീതി കൂട്ടി അതുവഴിയുള്ള മാലിന്യം മുഴുവൻ നീക്കം ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് ഒരു പരിധിയോടെ വെള്ളക്കെട്ട്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ എന്താ നടക്കാതെ? അതിനുശേഷം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നിട്ട് ഇത്ര കാലമായി കോർപ്പറേഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഓപ്പറേഷൻ അനന്തയുടെ അടുത്ത ഘട്ടം നടപ്പാക്കണം എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്, ഈ നഗരത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിലേക്ക് ഇന്ന് വരെ കടന്നിട്ടില്ല. അതിനകത്ത് വലിയ വീഴ്ചയുണ്ടായിട്ട് ഉദാസീനത ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഈ എൻക്രോച്ച് ചെയ്ത ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള നടപടിയാണ് ഈ കോർപ്പറേഷൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ ഇതിനകത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഈ തോട് കയ്യേറിയ ആളുകളെയോ ആമയഴഞ്ചൻ തോട് കയ്യേറിയ ആളുകളെയോ അവരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് അനന്തര നടപടികൾ സ്വീകരിക്കാനോ ഒന്നും ചെയ്തില്ല. അന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ നടപടികൾ സ്വീകരിക്കുകയും അവിടെ എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇത് വീതി കൂട്ടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു പരിധിയോടെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ശരി അരവിന്ദ് രാജേഷ്. അമൽ, നമ്മൾ പലയിടങ്ങളിൽ പലതരം രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ പലതരം രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. ഖനികളിൽ മനുഷ്യൻ പെട്ടുപോകുന്ന സമയത്ത്, ചുരങ്ങൾ ഇടിഞ്ഞു പോകുന്ന സമയത്തൊക്കെ. ഇതിപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാം. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അതിന് പര്യാപ്തമല്ല എന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തത്? അത് ആദ്യം ഇവർ പറഞ്ഞ ഈ പഴിചാരി എന്ന് പറയുന്ന പരാമർശമുണ്ടല്ലോ, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു പോകാം. ഇനി അതിൻ്റെ പുറത്തുള്ള തർക്കം വേണ്ട എന്ന് തോന്നുന്നു. കാരണം അതല്ലല്ലോ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് ആദ്യം അവിടെ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്ന സമയത്ത് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് MR ഗോപനാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം പരാജയമായിരുന്നു, അതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഡെപ്യൂട്ടി മേയർ PK രാജു ഇതിന് മറുപടി പറയുന്നു. ആ സംസാരം അവിടെ അവസാനിക്കുന്നു. പിന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെയായി ഈ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി വന്നപ്പോൾ അത് കുറച്ചുകൂടി കടുപ്പിച്ച് റെയിൽവേയെ പഴിചാരി അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോകുന്നത് പോലെ അല്ല പ്രശ്നം. ഞങ്ങൾക്കതല്ല പ്രശ്നം. ഈ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന, ഇവിടെ തന്നെ ജീവിച്ചു വളരുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ പ്രശ്നം ഈ പറയുന്ന ജോയി എന്ന് പറയുന്ന ആൾക്കൊരു അമ്മയുണ്ട്. അമ്മയാണ് ഏറ്റവും അടുത്ത ബന്ധു. വിവാഹം കഴിച്ചിട്ടില്ല. ഈ ജോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ തർക്കങ്ങൾക്കൊക്കെ ഇടയിൽ ആ ഒരു അമ്മയുടെ വേദനയുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ അവിടെ നിൽക്കുകയാണ്, ഇപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ഇത് നമുക്ക് ആളെ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ വർദ്ധിച്ചു വരികയാണ്. നിരാശയോട് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം ഇത്രയും അധികം ആളുകൾ, നിങ്ങൾ അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ആണല്ലോ, നിങ്ങൾക്ക് തിരുത്താനൊക്കെ അവകാശമുള്ള ആളുകളാണല്ലോ. ഇനിയിപ്പോൾ RV രാജേഷ് കൗൺസിലറിലൊക്കെ കൂടി അവിടെ പോയി സമരമൊക്കെ നടത്താൻ പറ്റുന്നതിനുള്ള ഒരു സംഘടനാ നേതാവാണല്ലോ. ഇതിപ്പോൾ അവിടെ മാലിന്യം അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുകയാണ്. അതായത് 3 ഉദ്യോഗസ്ഥരെയാണ് മാധു അവിടെ ഇത് വൃത്തിയാക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ആ 3 ഉദ്യോഗസ്ഥർ ഇത്രയും നേരം നിന്ന്
വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ അവരെ ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളുടെ എണ്ണം നമ്മൾ കണ്ടതല്ലേ. ഞാൻ കണ്ടതാണ് 2 JCB അവിടെ കിടന്ന് പണിയെടുക്കുകയാണ് മാലിന്യം കോരി മാറ്റാനായി. നിരവധി ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി നിൽക്കുകയാണ് ഈ മാലിന്യം കോരി മാറ്റാനായി. എന്നിട്ട് അതിൻ്റെ ഒരു കൂടിപ്പോയാൽ ആ വെള്ളം ഒഴിവായി കിടക്കുന്ന ഒരു 5 മീറ്റർ 6 മീറ്റർ ദൂരമുണ്ടാകും. അവിടുത്തെ മാലിന്യം പൂർണ്ണമായി നീക്കി എന്നതിനപ്പുറത്തേക്ക് ടണലിലെ ഒരു 1 മീറ്റർ മാലിന്യമെങ്കിലും പൂർണ്ണമായി മാറ്റി തീർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയുള്ള അത്രയും നീളത്തിൽ കിടക്കുന്ന 150 മീറ്റർ ദൂരമാണ് ഈ ടണലിന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടണലിലെ മാലിന്യം നീക്കാനാണ് 3 പാവപ്പെട്ട മനുഷ്യന്മാരെ അവിടേക്ക് ഇറക്കി വിടുന്നത്. അവരുടെ കയ്യിൽ ഈ പറയുന്ന JCB ഇല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള യന്ത്രങ്ങളിലോ ഒന്നുമില്ല. അവർ വാരി മാറ്റുന്ന ആളുകളാണ്. അവരെ കൊണ്ട് എത്ര കാലം നോക്കിയാൽ, ഒരുപക്ഷെ അടുത്ത മഴക്കാലമായാൽ പോലും ഈ 3 പേർ അവിടെ നിന്നും മാലിന്യം കോരി മാറ്റിയിരുന്നെങ്കിൽ നടക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയുള്ളിടത്തേക്കാണ് നമ്മൾ സ്കൂബ ഡൈവിംഗ് ടീമിനെ ഇറക്കി വിടുന്നത്. അത് പറഞ്ഞതുപോലെ ഇത് ഇത്രയും നേരമായിട്ടും ലക്ഷ്യം കാണുന്നില്ല എങ്കിൽ അത് അപര്യാപ്തമാണ് എന്ന് പറയേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നതാണല്ലോ. ഇതിപ്പോൾ റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്വമെന്ന് അവിടെ വരുന്ന ഒരാൾക്ക്, ഒരുപക്ഷെ റെയിൽവേക്കും കൃത്യമായ ഉത്തരവാദിത്വമില്ലെന്നല്ല, പക്ഷേ നമുക്ക് ആ ഒരു വൈഡ് ദൃശ്യം കാണിച്ചാൽ അത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള സ്ഥലം കോർപ്പറേഷൻ്റെയാണ്. ഈ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ അറിയാമെന്ന് തോന്നുന്നു, നമ്മളവിടെ നിന്നപ്പോൾ കണ്ടതാണ്. അതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലം കോർപ്പറേഷൻ്റെ വകയാണ്. അവിടെ ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, മഴയില്ല എന്നുള്ളതാണ് മധു. ഈ പറയുന്ന ഇത്രയും നേരം കാലാവസ്ഥ നമുക്കൊപ്പം നിന്നു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. ഇനി ഒരു മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഈ കോരി മാറ്റിയ മാലിന്യമുണ്ട്, അത് അവിടെ റീപ്ലേസ് ആകും. കാരണം ഒഴുകി വീണ്ടും മാലിന്യം വരികയാണ്. തൊട്ടപ്പുറം ഒരു കമ്പിക്ക് അപ്പുറത്ത് അതുപോലെ കെട്ടിക്കിടക്കുകയാണ്. ഒരു നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വന്നാൽ അത് പഴയ പടിയായി കിടക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ റെയിൽവേയുടെ കിടക്കുന്ന മാലിന്യം മാത്രമല്ല, നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ഇപ്പോഴും ഒഴുകി എത്തുകയാണ് അവിടേക്ക് മാലിന്യം. ഈ പകൽ മുഴുവനും ചെയ്ത പണി വെള്ളത്തിലാകും എന്നുള്ള ഒരു അവസ്ഥ വരും അല്ലേ? ശരി ശരി, ഞാൻ വരാം. ശ്രീ ഉണ്ണി, ഇന്നിപ്പോൾ വട്ടിയൂർ നേരത്തെ പറഞ്ഞതുപോലെ മുൻ മേയർ ശ്രീ VK പ്രശാന്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ അനന്ത നടക്കുന്ന സമയത്താണ് ഏറ്റവും അവസാനമായി വൃത്തിയാക്കിയത്. അപ്പോൾ അന്ന് സാധ്യമാകുന്നില്ലേ എന്ന ചോദ്യമാണ് നേരത്തെ RV രാജേഷ് ചോദിച്ചത്. അതിനുശേഷം നമുക്ക് പിന്നെ എന്തുകൊണ്ട് അവിടെ വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ചോദ്യം, എന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടുകയാണ്. റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ റെയിൽവേ, നേരത്തെ അദ്ദേഹം ചോദിക്കുന്നു, റെയിൽവേ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തമ്പാനൂരടക്കം തലസ്ഥാന നഗരെ ആകെ മുങ്ങിപ്പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ നഗരസഭയ്ക്ക്? ഇല്ല. അപ്പോൾ അതിന് നടപടി ഉണ്ടാകണം. ഞാൻ നേരത്തെ ശ്രീ RV രാജേഷ് അത് പറഞ്ഞ സമയത്ത് നോട്ടീസ്, നഗരസഭ അയച്ച നോട്ടീസ് അടക്കം വായിച്ചു കേൾപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 1.5 മാസം മുൻപാണ്. ഇപ്പോഴും ആ മാലിന്യം അവിടെ അങ്ങനെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. നഗരസഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, എന്ത് നടപടി എടുക്കാൻ കഴിഞ്ഞു? മാധു സൂചിപ്പിച്ചു, ഈ ഓപ്പറേഷൻ അനന്ത സമയത്ത് ഈ റെയിൽവേയുടെ ടണൽ വൃത്തിയാക്കി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ടണൽ നിർമ്മിക്കുന്നത് 2018 2018 ഈ ടണൽ നിർമ്മിക്കുന്നത്. ഓപ്പറേഷൻ അനന്ത സമയത്ത് വൃത്തിയാക്കി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അതിൻ്റെ എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്നറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ടണൽ നിർമ്മിക്കുന്നത് 2018 റെയിൽവേ ഈ ടണൽ നിർമ്മിക്കുന്നത്. ആ ടണൽ നിർമ്മിച്ചതിന് ശേഷം അവരത് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ഓപ്പറേഷൻ അനന്ത സമയത്താണ് എന്നുള്ളത് നല്ല ഒരു പ്രവർത്തനമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ അനന്ത സമയത്ത് പോലും ഈ റെയിൽവേയുടെ അവിടെ വൃത്തിയാക്കിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 2, ഈ തിരുവനന്തപുരം നഗരത്തിലെ ചവർ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ്. ഇപ്പോൾ അതിൽ CPM എന്നോ BJP എന്നോ കോൺഗ്രസ് എന്നോ ഉള്ള രാഷ്ട്രീയ വിവേചനത്തിനപ്പുറത്ത് ഓരോ പൗരൻ്റെയും അവകാശമാണ് ചവർ സംസ്കരണം എന്നത്. പക്ഷേ ഈ ചവർ സംസ്കരണത്തിന് വിളർപ്പിശാല ഫാക്ടറി നമ്മൾ തുടങ്ങിയതാണ് തിരുവനന്തപുരം നഗരസഭ. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് വിളർപ്പിശാല ഫാക്ടറി അടച്ചുപൂട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വലിയ രൂപത്തിലേക്കുള്ള സമരത്തിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് അവിടെയുള്ള ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയ മുഖം കൊടുത്തുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു തിരുവനന്തപുരം പോലുള്ള ഏറ്റവും വലിയ നഗരത്തിൽ ഏറ്റവും വലിയ വാർഡുകൾ, ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ഒരു നഗരത്തിൻ്റെ ചവർ സംസ്കരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ, ഒരു ദിവസത്തിൽ ക്ലച്ചിട്ടതുപോലെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭ അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത്? അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും കാണാത്തത്? തിരുവനന്തപുരം നഗരസഭ ഈ ചവർ സംസ്കരണത്തിന് വേണ്ടി കിച്ചൺ ബിന്നുകൾ ആരംഭിക്കാൻ, അതേപോലെ തുമ്പൂർ മൊഴികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ ചെറുതല്ല. കാരണം കേരളത്തിൻ്റെ ഒരു ഭരണകൂടം തന്നെ ഈ നഗരസഭ തുടങ്ങിയ വിളപ്പിൽശാല ഫാക്ടറിക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഈ രൂപത്തിലേക്ക് വന്നു. ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ ഇടപെടൽ, നേരത്തെ ഇവിടെ മാധു സൂചിപ്പിക്കുകയുണ്ടായി, ഹരിതകർമ്മസേനയുടെ ഇടപെടൽ ചെറുതാണോ?
ഒരു വീട്ടിൽ നിന്ന് 300 രൂപ വാങ്ങിക്കൊണ്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വെറും 100 രൂപ ഈടാക്കിക്കൊണ്ട് മാതൃകാപരമായ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ചവർ സംസ്കരണത്തിന് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചവർ സംസ്കരണം നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. അത് തിരുവനന്തപുരം നഗരസഭയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടുത്തരവാദിത്വമാണ്. അത് ഞങ്ങളെന്നോ നിങ്ങളെന്നോ എന്നതിനപ്പുറത്ത് നമ്മുടെ എല്ലാം കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ള ഇടപെടൽ തിരുവനന്തപുരം നഗരസഭ നടത്താണ്. പിന്നെ ഇവിടെ നമ്മളെ ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുകയുണ്ടായി മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ശിവൻകുട്ടി MLA മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ പാൽക്കുളങ്ങര വാർഡ് കൗൺസിലർ അശോക് കുമാർ, അതേപോലെ തന്നെ കുന്നുകുഴി വാർഡ് കൗൺസിലർ മേരി പുഷ്പം അടക്കമുള്ളവർ മാതൃകാപരമായി തിരുവനന്തപുരം നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ മിനിറ്റ്സ് അടക്കം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പക്ഷെ അത് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം നഗരസഭ സോണൽ മീറ്റിങ്ങുകൾ വിളിച്ചു. ഈ സോണൽ മീറ്റിങ്ങുകളിലൊന്നും ഇവർ ഈ പറയുന്ന പരാതി ഉന്നയിച്ചിട്ടില്ല. ഇവർ എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളുകളെ എല്ലാം തന്നെ വട്ടം കറക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് എതിരായി വലിയ രൂപത്തിലുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ്. എങ്ങനെയാണ് പറയാൻ കഴിയുക? തിരുവനന്തപുരം നഗരസഭ ഈ വർഷം ഓരോ വാർഡിൽ 1 ലക്ഷം രൂപ കൊടുത്തു, കഴിഞ്ഞ വർഷം 2 ലക്ഷം രൂപ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഈ അപകടം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. പക്ഷേ നേരത്തെ അമൽ അങ്ങയോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, അതിന് തൊട്ടപ്പുറത്ത് ആ കമ്പിവേലിക്ക് അപ്പുറത്ത് നിൽക്കുന്ന നഗരസഭയുടെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സ്ഥലത്തിരുന്ന് ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മഴയ്ക്ക് തിരുവനന്തപുരത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന ആമേഴഞ്ചാൻ തൊട്ടിൽ വളർന്നു നിൽക്കുന്ന തെങ്ങിൻ തൈകളുടെ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലത്. ആ പ്രദേശത്ത് ഉത്തരവാദിത്തം നഗരസഭയുടേതല്ലാത്തത് കൊണ്ട് അവിടെ നടന്നൊരു അപകടത്തിൽ നഗരസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം പോകാത്തത്. അല്ല, മാധു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കാരണം ഞാനിത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ സ്വയം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ജോയി എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് തണലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം സ്വന്തം മകൻ പൈസയും കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ആശ്രയമായ മകൻ്റെ അപകടത്തിൽ ഒരു പഴിചാരൽ എന്നത് വേണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് എൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള കൗൺസിലർ ഇവിടെ ആ വിഷയം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രേക്ഷകർക്ക് മുന്നിൽ കളവ് പറയുമ്പോൾ ആ കളവിനെ അത് ഇന്നതാണ് നഗരസഭ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു കൗൺസിലർ എന്ന രൂപത്തിൽ. കാരണം ആ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഞാനും ഈ പറയുന്ന 100 വാർഡിലെ കൗൺസിലർമാരിൽ ഒരാളാണ്. എനിക്കും ഈ വാർഡിൽ ഈ പറയുന്ന നഗരസഭ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത് വേറെ വാർഡെന്നോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ വാർഡെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാർഡെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാർഡെന്നോ എന്ന് പറഞ്ഞ് തിരിച്ചല്ല, മറിച്ച് ഓരോ കാര്യത്തിലും മരം മുറിക്കുന്നതിൽ പോലും 50,000 രൂപ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ നേരെ ചർച്ചയിൽ സൂചിപ്പിച്ചു, എന്താണ് അവിടെ ബോട്ടിലുകളാണ് അവിടെ വന്ന് അടിഞ്ഞുകൂടുന്നത്. ആ ബോട്ടിലുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾ മിനിസ്റ്റർ പറഞ്ഞു റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്, അത് നമുക്ക് നടപടിയെടുക്കാൻ കഴിയില്ലേ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഒരു നഗരസഭ കത്ത് കൊടുത്തു, 6 തവണ നഗരസഭ കത്ത് കൊടുത്തു. ആ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഇല്ലെങ്കിൽ അവർ നഗരസഭ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞല്ലോ JCBയും അവിടെ നിൽക്കുന്ന തൊഴിലാളികളുമടക്കം നമ്മുടെ നഗരസഭയുടെ തൊഴിലാളികളാണ്. നേരത്തെ ഇവിടെ റിപ്പോർട്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ചവറുകൾ കൃത്യമായി ലോറിയിൽ കയറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ചവറുകൾ മാറ്റുന്നില്ല എന്ന് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞു. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ചവർ ഇല്ല, നമ്മൾ ഈ JCB വഴി കൃത്യമായി ലോറിയിൽ കയറ്റി ആ ചവർ മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മഴ പെയ്യുമ്പോൾ ആ ചവറുകൾ ഇവിടെ വന്ന് അടിയും എന്നുള്ളത് തെറ്റായ പരാമർശമാണ്. നമ്മൾ കൃത്യമായ ലോറിയിൽ കയറ്റി, കാരണം ആ ലോറിയിൽ കയറ്റാൻ പോലും ഒരു കൗൺസിലർ എന്ന രൂപത്തിൽ നമ്മളടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത് പറയാൻ കാര്യം. അപ്പോൾ ഇത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഞാൻ പറയുന്നല്ലോ. അപ്പോൾ ഈ വേസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന കുപ്പികളെല്ലാം വലിച്ചെറിയുന്നൊരു സ്ഥിതിയുണ്ട്. ഇതെല്ലാം ഈ ടണലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പരിഹരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു നഗരസഭ എന്നുള്ള രൂപത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ആളുകളുടെ ക്ഷേമം എല്ലാം നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നമ്മൾ കൃത്യമായി
കൃത്യമായി ഈ ട്രെയിനിൽ പറയുന്ന യാത്ര ചെയ്യുന്ന ആളുകൾ വിഷയത്തിൽ വലിച്ചെറിയുന്ന കുപ്പികളും മാത്രമൊന്നുമല്ല അവിടെ വന്ന് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് അല്ല, നഗരത്തിന്റെ പല അങ്ങനെയല്ല. ഭാഗങ്ങളിൽ അതും നിന്ന് കൂടെയാണ്. ഒഴുകി എത്തുന്ന അതും മാലിന്യം കൂടെയാണ്. കൂടെയാണ്. മാധു ഞാൻ പറയട്ടെ, ഇപ്പൊ നേരത്തെ നമ്മള് ഹരിതകർമ്മ സേനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ ജനം വലിച്ചെറിയുന്ന മാലിന്യമാണ് അവിടെ വന്ന് അടിയുന്നതെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ മാലിന്യ സംസ്കരണ പദ്ധതി ശരിയായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അല്ല മാധു അത് പറയുന്നതിൽ എങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ വലിയ സ്ഥാപനങ്ങളാണ്, അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുന്നുണ്ട്. അതിന് വിവിധങ്ങളായുള്ള പദ്ധതികൾ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായി നഗരസഭയുടെ മേൽ പഴിചാരി വെക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു നഗരത്തിൽ ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണം മര്യാദയ്ക്ക് നടക്കുന്നില്ല എങ്കിൽ അവിടെ ചവറുകൂനകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മാധു അത് പറയുന്നത് ഒരു സ്ഥലത്ത് അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നഗരസഭയ്ക്ക് അതിന്റെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ്. ആണ്, നമ്മളെല്ലാം ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മാത്രമല്ല, നമ്മൾ മാത്രം ചവർ കൂന നിങ്ങൾ കാണാൻ വേണ്ടി കഴിയോ? തിരുവനന്തപുരം എവിടെയാണ്? എവിടെ പറയും? എല്ലാ ഭാഗത്തും ചവർ കൂന എവിടെയാണ് കാണാൻ വേണ്ടി കഴിയുക? ചവർ കൂന എന്ന് വെച്ചാൽ എന്താണ്? റോഡിൽ വിളിച്ചെറിയ ചവർ കൂന റോഡിലെല്ലാം കാണാം. ഒരു സ്ഥലം പറയും. രാജേഷേട്ട് ഇവിടെ പറഞ്ഞല്ലോ. കരമന വാർഡിൽ കാണിച്ചു തരാം. കരമന വാർഡിൽ കാണിച്ചു തരാം. ഞാൻ ഇന്ന് വന്ന വഴിയിൽ ഞാൻ കാണിച്ചു തരാം. ചവർ കൂനകൾ ചവർ എറിഞ്ഞിട്ട് പോകുന്ന കാണാം. അതെ, അത് തന്നെ ചവർ കൂന എന്ന് പറയുന്നത്. അല്ലാതെ ചവർ താനെ ഒരു മിനിറ്റ് അതിൽ തർക്കിക്കേണ്ടതില്ല. ആളുകൾ പ്ലാസ്റ്റിക് ബാഗുകളിലും ക്യാരി ബാഗുകളിലും ഒക്കെ ചവറ് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കും. അത് അവിടെ കൂന കൂട്ടി കിടക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, ഞാൻ അതായത് MLA VK പ്രശാന്തിന് കഴിഞ്ഞ തവണ ഈ മാലിന്യ പ്രശ്നം ഉണ്ടായ സമയത്ത് കോർപ്പറേഷൻ്റേത് എന്ന് സൂചിപ്പിക്കാവുന്ന അത്തരം ലക്ഷണമുള്ള വണ്ടിയിൽ കൊണ്ടുവന്ന് ചവറ് തള്ളിയിട്ടിട്ട് പോകുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉറപ്പില്ല, അത് കോർപ്പറേഷൻ ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ശരി, എന്നിരുന്നാൽ പോലും അവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. വണ്ടിയിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളിയിടുന്ന ഒരു സാഹചര്യമുണ്ട്, പരിശോധിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് തീർച്ചയായും പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ടെന്നേ. അപ്പോൾ മാലിന്യം കൊണ്ടുവന്ന് കണ്ടയിടത്ത് തള്ളിയിട്ട് പോകുന്ന സ്വഭാവം ഉണ്ട് എങ്കിൽ മാലിന്യ സംസ്കരണ പദ്ധതി അല്ലെങ്കിൽ മാലിന്യ ശേഖരണ പദ്ധതി നമുക്ക് നടത്തിപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മളൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അതിൽ ആളുകൾ അണിനിരക്കുന്നുണ്ട് എന്ന്, അത് കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ഇപ്പം അപ്പുറത്തെ വീട്ടിൽ മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അതിനുകൂടിയാണ് നഗരസഭ അത് ഉത്തരവാദിത്തത്തോടെ, അത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? പോലീസിൻ്റെതാണോ? അല്ല, നഗരസഭയുടേതാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചു പോയതേ ഉള്ളൂ. ശ്രീ അനിൽ തിരുമല, ഇതൊരു മാനുഷിക പ്രശ്നം കൂടിയാണ്. ഏത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യൻ അവിടെ വീണു പോകുന്നു. അവിടെ റെയിൽവേക്ക് ആ ഭാഗത്തേക്ക് അവിടെ നടന്ന അപകടത്തിൻ്റെ രൂക്ഷത മനസ്സിലാകുന്നുണ്ട്. അതിൽ അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. റെയിൽവേക്ക് സ്വന്തം സംവിധാനങ്ങളുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിലോ അതിൽ ഏകോപിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ എന്താണ് സംഭവിക്കുന്നതോ തുടങ്ങിയ കാര്യങ്ങളിൽ അവിടെ ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ പോലും വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇവിടെ കേട്ടല്ലോ. അങ്ങ് ഉണ്ണികൃഷ്ണൻ പറയുന്നതിൽ എത്ര വാസ്തവമുണ്ടെന്ന് അറിയില്ല. ഞാൻ റെയിൽവേയുടെ പല ഉദ്യോഗസ്ഥന്മാരെ അവിടെ കണ്ടു, പല ആൾക്കാരും അവിടെ ഉണ്ട്, അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. വിളപ്പിൽശാല, ഇപ്പോൾ മാധു തന്നെ അതിന് വളരെ വ്യക്തമായൊരു നിർവചനം ഇവിടെ മാലിന്യ സംസ്കരണത്തെപ്പറ്റി ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്ക് അല്ലെങ്കിൽ നഗരസഭയ്ക്കുണ്ട് എന്ന് മാധു തന്നെ ഇവിടെ അടിവരയിട്ട് പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടാനുണ്ടായ കാരണം എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഞാൻ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ കൃത്യമായി അളവിന് കൊടുക്കാനുള്ള മാലിന്യങ്ങൾ എത്തിക്കാത്തതിൻ്റെ പേരിൽ അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ രോഗബാധിതരായി. അങ്ങനെ പല പ്രശ്നങ്ങളുടെ പേരിൽ ജനങ്ങൾ സമരം നടത്തി ആ പ്ലാന്റ് പൂട്ടി. തലസ്ഥാന നഗരസഭ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. 45 വർഷത്തിനിടയിൽ തലസ്ഥാന സഭയിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായൊരു പദ്ധതി രൂപീകരിക്കാൻ എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല? ഇവർ എന്തൊക്കെ പദ്ധതിയാണ്? ഇവിടെ ചവറിനെ ചാകരയാക്കി കാണുന്ന ഒരു സമീപനമാണ് തലസ്ഥാന നഗരസഭയിലുള്ളത്. ഇവിടെ നമ്മൾ നോക്ക്, പൈപ്പ് കമ്പോസ്റ്റ് 87,000 പൈപ്പ് കമ്പോസ്റ്റാണ്
തലസ്ഥാന നഗരസഭ സ്ഥാപിച്ചത്. ഒരു പൈപ്പ് കമ്പോസ്റ്റ് തലസ്ഥാന നഗരസഭയുടെ കീഴിൽ ഈ 100 വാർഡുകളിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? എന്താ പൈപ്പ് കമ്പോസ്റ്റ് പരാജയപ്പെടാനുണ്ടായ കാര്യം? അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു, വലിയ വീമ്പളക്കി പറഞ്ഞാണ് തുമ്പൂർ മൊഴി യൂണിറ്റുകൾ ഇപ്പോൾ എത്രയാണുള്ളത്? തുമ്പൂർ മൊഴിയിൽ എവിടെയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്? അത് കഴിഞ്ഞ് നിങ്ങൾ കിച്ചൺ ബിൻ വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നാണ് കിച്ചൺ ബിൻ്റെ കഥയൊന്നും ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. തലസ്ഥാന നഗരസഭയിലും അതുപോലെ തന്നെ മാധു അടക്കമുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം കിച്ചൺ ബിന്നിൻ്റെ കാര്യം അറിയാം. 50,000 കിച്ചൺ ബിൻ നിങ്ങൾ വാങ്ങി. ഉണ്ടോ ഇപ്പോൾ കിച്ചൺ ബിൻ? അപ്പോൾ ഏതെങ്കിലും ഏജൻസികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പണം കൊടുത്ത് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട് തലസ്ഥാന നഗരസഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മാലിന്യ സംസ്കരണത്തിന് ഒരു പ്ലാന്റ് ആവശ്യമാണ്, ഏകീകൃത സംവിധാനം വേണം, ഇവിടെ വികേന്ദ്രീകൃത സംവിധാനം പരാജയമാണ്. ആരാ പറഞ്ഞത്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. പക്ഷേ തലസ്ഥാന നഗരസഭ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ പോകുന്നില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ ആരോപിച്ച മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ മാധു ചോദിച്ചൊരു കാര്യം, റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. രാവിലെ മുതൽ ഇതറിഞ്ഞ സമയത്ത് അവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. നഗരസഭയുടെ മേയറും അതുപോലുള്ള ആൾക്കാരും അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ആ സ്ഥലത്തുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പല കൗൺസിലർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. വെറുതെ ഇവിടെ ആരോപിച്ചിട്ടൊന്നും കാര്യമില്ല. റെയിൽവേക്ക് അത്തരത്തിലുള്ള ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, CPM-ൻ്റെ ജനപ്രതിനിധിയോട് ചോദിക്കും, ഇവിടെ ഒരു കൗൺസിൽ, പരമോന്നത ഒരു അധികാര സമിതിയാണല്ലോ തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയിലെ കൗൺസിൽ. അവിടെ മേയർ ഒരു വാക്കാൽ പ്രമേയം കൊണ്ടുവന്നോ? ഈ കഴിഞ്ഞ 6 കത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ റെയിൽവേ ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കുന്നുണ്ട്, കൗൺസിൽ ഐകകണ്ഠേന നമുക്കൊരു തീരുമാനമെടുക്കണം, അങ്ങനൊരു പ്രമേയം കൊണ്ടുവന്നോ? ഇതെപ്പോഴെങ്കിലും കൗൺസിൽ ഉന്നയിച്ചോ? കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ വെറുതെ റെയിൽവേയുടെ പേരെ ആരോപണം ഉന്നയിച്ചിട്ട് റെയിൽവേ ആണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികൾക്കുണ്ടായിട്ടുള്ള ഈ വീഴ്ചയെ, തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഭരണസമിതിക്കുണ്ടായ ഈ വീഴ്ച കേവലം റെയിൽവേയുടെ ചുമലിൽ വച്ച് കെട്ടിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാം എന്ന് CPM ഭരണസമിതി വിചാരിക്കാതെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ശ്രീ RV രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു. ഈ ആമേഴിഞ്ചാൻ തോടിലും അതുപോലെ തന്നെ ഇത്തരം ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ തലസ്ഥാന നഗരം ഭരിച്ച 4.5 പതിറ്റാണ്ട് ഭരിച്ച CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തലസ്ഥാന നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിക്കാണ്. ഇപ്പോൾ അത്തരം നടപടിക്രമങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നുവെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി ചട്ടം അനുശാസിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാത്തത്? അപ്പോൾ ഇവിടെ മാലിന്യ സംസ്കരണം ഒരു പരാജയപ്പെട്ടിരിക്കുന്നു. തലസ്ഥാന നഗര ഭരണസമിതി ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരോപിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ RV രാജേഷ്, നേരത്തെ അമൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് അവിടെ മേയർ എത്തി, അതിനുശേഷം മന്ത്രി എത്തി, അവിടെ MLA എത്തി, അങ്ങനെ എല്ലാവരും എത്തുന്നു, നഗരസഭയുടെ ഉദ്യോഗസ്ഥർ വരുന്നു, ജനപ്രതിനിധികൾ വരുന്നു, എല്ലാവരും വരുന്നു. ഇതൊക്കെ ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാവുന്നതാണ് തമ്പാനൂരും തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളും ഒരു മഴയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് എത്രത്തോളമാണ് എന്ന്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അവിടെ പൊതുപ്രവർത്തകർക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അമൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് അടക്കം പ്രതിഷേധം മുന്നോട്ട് വയ്ക്കാൻ കഴിയുമ്പോൾ നഗരസഭയിൽ വലിയ പ്രമാദിത്വമില്ല, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടാമല്ലോ. അല്ല, ഞങ്ങൾ തീർച്ചയായും ഇടപെടുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ നഗരത്തിലെ റോഡുകൾ മുഴുവൻ കുഴിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ നടപ്പാക്കണം. പക്ഷേ എത്ര കാലമായി അടച്ചിട്ടിരിക്കും? ചാല റോഡ് 2 മാസമായി. ഒരു 15 ദിവസം അടച്ചിട്ട് 1 മാസം ആവട്ടെ, അവിടെ കച്ചവടം നടത്താൻ കഴിയുന്നില്ല, ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, വീടുകളിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇത്തരം രീതിയിലേക്ക് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പാക്കുക, സമയബന്ധിതമായി തീരുമാനം എടുത്ത് നടപ്പാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഇവിടെ ചർച്ച പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ ഈ മാലിന്യ വാഹിനിയിൽ വീണിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ ദുരന്ത നിവാരണ സംവിധാനം? എവിടെ സർക്കാർ? എവിടെ കോർപ്പറേഷൻ? ഇതെല്ലാം ഉണ്ട്, ഇവരെല്ലാം വന്നിട്ടുണ്ട്, ഇവരെല്ലാം കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ട്, അതിലൊന്നും ആർക്കും തർക്കമില്ല, ഇവരെല്ലാം ഇടപെടുന്നുണ്ട്.
പക്ഷേ എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ജീവനയോട് അല്ലാതെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഇവിടെ എല്ലാം ഇത് എൻ്റെ തോട്ടിലല്ല, അപ്പുറത്ത് റെയിൽവേയുടെ തോട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോർപ്പറേഷന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോർപ്പറേഷന് തൊട്ടിപ്പുറത്ത് കോർപ്പറേഷൻ്റെ മാലിന്യം മാറ്റാൻ കോർപ്പറേഷൻ ഉത്തരവാദിത്വം ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇതൊന്നും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് റെയിൽവേ കരാർ കൊടുത്ത റെയിൽവേയുടെ കരാർ തൊഴിലാളികൾ അവിടെ ഇറങ്ങേണ്ടി വന്നത്? അത് നഗരസഭയുടെ അധികാരപരിധിയിൽപ്പെടാത്ത സ്ഥലമായതുകൊണ്ടല്ലേ. അവിടെ നഗരസഭ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നഗരസഭ ഒരു നോട്ടീസ് കൊടുത്തെന്നോ അല്ലെങ്കിൽ നോട്ടീസും കൊടുത്തില്ല, ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യം തീർന്നോ? കത്ത് കൊടുത്താൽ തങ്ങളുടെ ഉത്തരവാദിത്വം മാറുമോ? എന്തുകൊണ്ടാണ് മാലിന്യം തോടുകളിലേക്ക് വലിച്ചെറിയുന്നത്? എന്തുകൊണ്ടാണ്? ജനങ്ങൾ ഇതിനെതിരായുള്ള ഒരു ശക്തമായ സംവിധാനം ഇവിടെ ഉണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. ആളുകൾ തോടിലേക്കോ പൊതുസ്ഥലത്തേക്കോ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ ഗവൺമെൻറ് സംവിധാനം? ഇതിലൊക്കെ ശക്തമായ നിയമമല്ലേ? ആ നിയമം അനുസരിച്ചുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഏതോ ഒരു കോർപ്പറേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം മാലിന്യം കൊണ്ടുവന്ന ഒരാളിനെ വാഹനമടക്കം പിടികൂടിയപ്പോൾ അവിടെ CPM-ൻ്റെ കൗൺസിലർ അടക്കം ഇടപെട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാനാണ്. പിന്നെ എങ്ങനെ ഉദ്യോഗസ്ഥർ ഇതിനെതിരായി നിൽക്കും? ആ വാർത്ത കണ്ടതാണ് ഇടയ്ക്ക്. അപ്പോൾ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശക്തമായ നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ പുറത്ത് സമ്മർദ്ദമില്ല. അങ്ങനെ ആരെങ്കിലും നടപടിയെടുത്താൽ അവരെ സമ്മർദ്ദം ചെലുത്തി അതിൽ നിന്ന് പ്രതികളെ വിട്ടയക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സമീപനമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ഈസ് ഈക്വൽ ടു മണി എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. കാരണം മാലിന്യത്തിൽ നിന്ന് പണം ഉണ്ടാക്കാം, ശരിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ഈ വേസ്റ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ CPM-ൻ്റെയും കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകളുടെയും പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ തുമ്പൂർ മോഡൽ. ഈ ഇത്രയും വലിയ നഗരത്തിലെ മാലിന്യം മുഴുവൻ ഒരു ചെറിയ ബാസ്ക്കറ്റിൽ കുറച്ച് ചവറ് കൊണ്ടിട്ടാൽ അത് അഴുകി തീരുന്നതുവരെ കാത്തിരിക്കാൻ കഴിയുമോ? ആ രീതിയിലാണോ? പിന്നെ ഇവരെല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ് ഇവിടെ ശ്രീ ആറ്റുകാൽ ഉണ്ണി പറഞ്ഞത്. എന്താണ് അദ്ദേഹം ചെയ്തൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഒരു നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നിങ്ങൾ അവിടെ ഈ വിളപ്പശാലയിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യ സംസ്കരണം നടത്തിയിട്ടുണ്ടോ? അവിടെ കരാറുണ്ടാക്കുകയും ആ കരാറിൻ്റെ പേരിൽ പണമടിക്കുകയും എന്നുള്ളതല്ലാതെ അവിടെ ഈ നഗരത്തിലെ മാലിന്യം മുഴുവൻ ഒരു ഗ്രാമത്തിൻ്റെ പുറത്ത് കൊണ്ടിടുക എന്നുള്ളത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രദേശത്തെ ആളുകൾ ജീവിക്കാൻ കഴിയില്ല, അവർക്ക് വെള്ളം കുടിക്കണ്ടേ, അവിടെ കുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് ജനങ്ങൾ സഹികെട്ടിട്ടാണ് അവർ സമരമായിട്ട് ഇറങ്ങിയത്, അല്ലാതെ അവിടെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് മുഴുവൻ കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് ബദലായി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വർഷങ്ങളായി ഒരു നഗരസഭയ്ക്ക് ഒരു സർക്കാരിനൊക്കെ അതിന് പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കാനുള്ള സമയമൊക്കെ ഏറെ കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇടവേളെടുത്ത് പെട്ടെന്ന് വരാം. അമലിലേക്ക് ഒരിക്കൽ കൂടി. അമൽ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം പോലും ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഇന്ന് പുലർച്ചെ വരെയാണ് എങ്കിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് തന്നെ പോവുക അല്ലെങ്കിൽ ഈ തിരച്ചിൽ തുടരുക എന്നുള്ളത് തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ? അതിപ്പോൾ 2 റോബോട്ടുകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് അവിടെ ജിബിനുണ്ട് അവൻ നൽകുന്ന വിവരം. അതായത് ആ രക്ഷാപ്രവർത്തനം സമാന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയം കാണുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ സമയം ഇത്രയും ആയിരിക്കുന്നു. മാത്രമല്ല ഈ ആളുകൾ ഇപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായേനെ. അവർ കൂടി അത് സഹകരിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ തർക്കിക്കുന്നുണ്ടല്ലോ മാധു. നേരത്തെ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടെ മാലിന്യം കൃത്യമായി തന്നെ കിടപ്പുണ്ട് ഒരു വേലിക്കപ്പുറത്തേക്ക്. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ അതിലൊക്കെ വിട്ടേക്കൂ. ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള ഒരു തർക്കം എന്നുള്ള നിലയിൽ നിങ്ങളിതിനെ കൊണ്ടുപോകണ്ട. നമ്മൾ 3 പേരും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആ വന്ന സ്ഥലത്ത് ഞാനവിടെ നിന്ന് പോരുമ്പോൾ കണ്ട കാഴ്ച ANIയും PTIയും അടക്കമുള്ള ദേശീയ വാർത്താ ഏജൻസികൾ അവിടെയുണ്ട്, മറ്റു ചില ഇംഗ്ലീഷ് ചാനലുകൾ അവിടെയുണ്ട്. ഇത് നാണക്കേടാണ്. ഇത് ലോകം കാണാൻ പോവുകയാണ്. ഇതുവരെയും അങ്ങനെ മറ്റേതെങ്കിലും ഇംഗ്ലീഷ് ചാനലിലോ ദേശീയ മാധ്യമത്തിലോ ഒന്നും ഞാൻ ഈ വാർത്ത കണ്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ കുഴൽക്കിണറിലൊക്കെ ആൾ പെട്ട് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വൈകുമ്പോൾ നമ്മളത് തത്സമയം കൊടുക്കാറുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും. അപ്പോൾ സ്വാഭാവികമായും ഇത് ദേശീയ തലത്തിലും വാർത്തയാകും. വലിയ നാണക്കേടാണ് ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു നാണക്കേട് എന്നുള്ള നിലയില്ല, കേരളത്തിൽ എന്ന് പറഞ്ഞായിരിക്കും വാർത്ത വരുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തർക്കിക്കുന്നവരൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മാലിന്യ സംസ്കരണമൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ കൃത്യമായി പറയുമ്പോൾ പോലും നമ്മൾ ഇതിപ്പോൾ ആരുടെയും വീഴ്ചയായി ഞാൻ പറയുന്നില്ല. അവിടെ മാലിന്യം കൊണ്ടയിടുന്ന ആളുകൾ പോലും അവരാണ് ഇതിൽ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് ഞാൻ പറയും. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും എല്ലാ മഴ വരുമ്പോഴും നമ്മൾ വെള്ളക്കെട്ടിൽ ഇറങ്ങി നിന്ന് തത്സമയം വാർത്തകൾ നൽകേണ്ടി വരാറുണ്ട്. അങ്ങനെ തത്സമയം വാർത്ത ചെയ്ത സമയത്ത് എനിക്ക് വ്യക്തിപരമായി എൻ്റെ കാലിൻ്റെ അടിവശം പൊള്ളുകയും എനിക്ക് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ദൈവത്തെ ഓർത്ത് എൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ വെള്ളത്തിലിറങ്ങുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെയൊന്നും അതിലേക്ക് തള്ളിവിടാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക എന്ന് മാത്രമേ അത് പറയാനുള്ളൂ. ശരി, ശ്രീ ആറ്റുകാൽ ഉണ്ണി, ഇതിപ്പോൾ ശരിയാണ്, മനുഷ്യസാധ്യമായതെല്ലാം നഗരസഭ ചെയ്തു എന്നാണ് കഴിഞ്ഞ വെള്ളക്കെട്ടിൻ്റെ സമയത്ത് പറഞ്ഞത്.
ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയുള്ള തിരച്ചിലിനിടെയാണെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ്. അത് ആരുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ അവസാന നിമിഷമെങ്കിലും അത് മാറ്റി നിർത്തൂ. എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇത്. ഇനിയും മഴ വരുന്നത് നമുക്കറിയാം. ഈ കാലവർഷത്തിൽ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന മഴയിൽ നിന്ന് ഏതാണ്ട് 27% കുറവാണ്. ഇന്ന് ഈ തിരച്ചിലിൻ്റെ സമയത്ത് മുഴുവൻ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. വലിയൊരു മഴ പെയ്താൽ തലസ്ഥാനത്തിൻ്റെ ഗതി എന്താണ് എന്ന് ഇന്ന് ഒരൊറ്റ മണിക്കൂർ രാവിലെ തിരുവനന്തപുരത്ത് മഴ പെയ്തപ്പോൾ വരുന്ന വഴി എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മാധു പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ റിപ്പോർട്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ പഴിചാരി, നമ്മളാരെയും പഴിചാരിയിട്ടില്ല. അങ്ങനെ പഴിചാരണം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ചർച്ചയ്ക്കാരും വന്നിരുന്നിട്ടുമില്ല. ഞാൻ അങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് വന്നത്. നമ്മളിതിലൊരു പോസിറ്റീവായി ഈ കാര്യത്തെ സമീപിക്കണമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് നമ്മളെ മേയറും ആ രൂപത്തിൽ ഈ വിഷയത്തെ വളരെ നല്ല രൂപത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ഇടപെട്ട് ഈ വൈകുന്നേരം വരെ ഈ സമയവും വീട്ടിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രൂപത്തിൽ നല്ല രൂപത്തിൽ ഈ വിഷയത്തിൽ ഒരു അപകടമാണ്, അതിനെ പരിഹരിച്ചേ പറ്റൂ. അത് ചവറുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ പരിഹരിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മൾ ആ രൂപത്തിൽ ഈ വിഷയത്തെ സമീപിച്ചത് തന്നെയാണ്. അപ്പോൾ അത് റിപ്പോർട്ടർ നമ്മളാരെയും പഴിചാരി ഇതിൽ നിന്ന് നമ്മളല്ല നിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ വേറെ രൂപത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു ബൈറ്റിൽ നിങ്ങൾ എല്ലാ മുഴുവൻ മാധ്യമങ്ങൾക്കും തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ബൈറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ ബൈറ്റിലൊന്നും ആരെയും പഴിചാരുന്ന രൂപത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളത്തനം പറയുകയാണ്. ഒരു ചർച്ചയിൽ വന്നിരുന്ന് കള്ളത്തനം പറയുക. ഏത് CPM നേതാവാണ് ചവറ് പിടിച്ചിട്ട് ഇറക്കി വിടണം എന്ന് പറഞ്ഞ ഏത് ഒരു CPM നേതാവിൻ്റെ RV രാജേഷ് അല്ല പറയണം. അത് പറയുമ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന എല്ലാം സത്യമാണോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അത് സത്യമല്ല അങ്ങനെ പറയും. രാഷ്ട്രീയക്കാർ മാത്രമല്ല പക്ഷേ ഏത് മാധ്യമത്തിലാണ് വന്നത് അതും കൂടെ പറയും. അല്ല പറയും CPM ചുമ്മാ അനാവശ്യമായ ഒരു വിവാദത്തെ ഒരു ചവർ സംസ്കരണം പോലുള്ള വിഷയം എടുക്കുമ്പോൾ അതിനും CPM നേതാവ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞു CPM നേതാക്കന്മാർ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏത് CPM നേതാവാണ് ഈ വിഷയമായി ഞാൻ പറഞ്ഞുതരാം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, പക്ഷേ നടപ്പിലാകുന്നില്ല. ഇതിപ്പോ ആരുടെ സമയമാണെങ്കിലും എന്റെ സമയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അല്ല, തീർച്ചയായും ഉണ്ടാകും. നമ്മൾ അത്രയധികം രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഈ സമയത്തും അവിടെ വീണുപോയ ഒരു മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പലതരത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ അപകടക്കെണി നഗരമധ്യത്തിൽ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും രാത്രി വൈകിയും നടത്തുന്ന ശ്രമങ്ങൾ ഫലവത്താകട്ടെ എന്ന് മാത്രം വിചാരിക്കാം. വളരെയധികം നന്ദി.